ഏഴാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കം. ഹേസുങ് രാവിലെ തന്നെ ജോഗിങ് ചെയ്യുവാണ്. അവൾ അമ്മയെ ഫോൺ വിളിക്കുന്നുണ്ട്. അവൾ പറയുന്നു, അമ്മേ, നിങ്ങൾ ആ സവൻ ഓണറിൻ്റെ കാര്യം മറന്നേക്ക്, ഞാൻ ഉടനെ ഒന്നും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. അവൾക്ക് പുറകിൽ ആരോ ഉള്ളതുപോലെ തോന്നും. ഞാൻ ഓർത്തു എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. തോന്നിയതായിരിക്കും. അമ്മ ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇട്ടതാ, എനിക്ക് കിട്ടുന്ന മുഴുവൻ കാശ് ഞാൻ അയച്ചേക്കാം. ശരിക്കും ആരോ അവളുടെ പുറകിലുണ്ട്. പെട്ടെന്ന് അയാൾ ഓടി വന്ന് അവളെ പൊക്കിയെടുത്ത് വെള്ളത്തിലേക്ക് ഇടും. അവളാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങി താഴും. അമ്മ, എന്തു പറ്റി ഹേസുങ് എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവളാണെങ്കിൽ അമ്മ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിക്കുവാണ്. അവളുടെ ബോധം മറിഞ്ഞ് താഴേക്ക് താണു പോകുമ്പോൾ ഒരാൾ വന്ന് അവളെ പൊക്കിയെടുക്കും. ഹേസുങ് എന്ന് വിളിച്ച് അമ്മ ഞെട്ടി എഴുന്നേൽക്കും. ഇത് അവർ കണ്ട ഒരു സ്വപ്നമായിരുന്നു. ഇത്ര റിയലിസ്റ്റിക്കായി എങ്ങനെ ഒരു സ്വപ്നം കാണുക? അടുത്ത സീനിൽ ഹേസുങ്ങും സുഹയും കൂടി നടന്നു പോവാണ്. അവൾ അവളുടെ അമ്മയുടെ സ്വപ്നത്തെക്കുറിച്ചാണ് സുഹയോട് പറയുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് പറയുക, എൻ്റെ അമ്മ കാണുന്ന സ്വപ്നം ഇതുവരെ തെറ്റിപ്പോയിട്ടില്ല. നിനക്കറിയോ, അമ്മ ഒരിക്കൽ എൻ്റെ മൂക്ക് മുറിഞ്ഞ് ഒരു ബാത്തപ്പ് മുഴുവൻ രക്തം നിറയുന്നതായിട്ട് സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ രക്തം പൊടിയുന്നത് കണ്ടാൽ ഏതോ നല്ല കാര്യം വരാനുണ്ടെന്ന ആളുകൾ പറയുന്നത്. അതിനുശേഷം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ ലെറ്റർ കിട്ടിയത്. അതുമാത്രമല്ല, അമ്മയുടെ മുമ്പിലത്തെ പല്ല് പൊഴിഞ്ഞു പോകുന്നതായി സ്വപ്നം കണ്ടതിന് ശേഷം ഞങ്ങളുടെ മുത്തശ്ശി മരിച്ചു പോയത്. ഇതെല്ലാം വെറും കോയിൻസിഡൻസ് ആണെന്ന് സൂഹ പറയും. അവൻ നോക്കുമ്പോൾ ഹേസുങ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇപ്രാവശ്യം ഈ സ്വപ്നം കാരണം ആർക്കാ മോശം സംഭവിക്കാൻ പോകുന്നത്? അത് ഞാനായിരിക്കുമോ അതോ അമ്മയായിരിക്കുമോ? ഇപ്പോൾ ഓഫീസിൽ ചോയ് വന്നിട്ട് ഹേസുങ്ങിനോട്, നിനക്ക് ഉടനെ തന്നെ മിസ്റ്റർ ലിയുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടല്ലേ, അവനൊരു കുപ്പി വെള്ളം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഇത് നിനക്ക് വേണ്ടി വരുമെന്ന് പറയും. ഇതെന്തിനാ, നിനക്ക് അയാളെ അറിയുമോ? പിന്നല്ലാതെ, നമ്മുടെ മൂത്ത വക്കീലിനാണെങ്കിൽ അയാളെ കണ്ടതിന് ശേഷം മെഡിസിൻ വരെ എടുക്കേണ്ടി വന്നു. അതെന്താ, അയാൾ വല്ല ഡ്രഗ് അഡിക്റ്റും ആണോ? അല്ലെന്നേ, അയാൾ ആകെ കുറച്ച് ഫ്രീ ന്യൂസ് പേപ്പേഴ്സേ മോഷ്ടിച്ചിട്ടുള്ളൂ. സ്ട്രീറ്റിലൊക്കെ ഫ്രീ ആയി കൊടുക്കുന്ന ന്യൂസ് പേപ്പറോ? ആവശ്യത്തിന് കിട്ടാതെ വന്നപ്പോൾ അയാൾ ഒറ്റയടിക്ക് 300 എണ്ണം കട്ടുകൊണ്ട് പോയി. ഫ്രീ ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് എടുത്താൽ മോഷണമാവോ? അതേതായാലും ഫ്രീ അല്ലേ? ഫ്രീ ആണെങ്കിലും അത് പ്രിൻ്റ് ചെയ്യാൻ പണമാവും. എല്ലാവർക്കും ഓരോന്ന് എടുക്കാൻ അത് വെക്കുന്നേ. അയാളത് മൊത്തം എടുത്തുകൊണ്ട് പോയാൽ അത് മോഷണം തന്നെയാണ്. ഇപ്പോൾ മിസ്റ്റർ ലീ അങ്ങോട്ട് വരും. ആരാ ഹേസുങ് എന്ന് അയാൾ ചോദിക്കും. അവൾ വന്ന് ഞാനാന്ന് പറഞ്ഞ് സംസാരിക്കാനായി അയാളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഇത് നിങ്ങളുടെ 16ാമത്തെ മോഷണമാണ്. ഈയിടെ റിലീസായിട്ട് നിങ്ങൾ പിന്നെയും മോഷ്ടിച്ചു. നിങ്ങൾ ആദ്യമേ ജയിലിൽ പോകാൻ പോവാണ്. എനിക്ക് കേൾക്കുന്നില്ല എന്ന് അയാൾ പറയും. അവൾ കുറച്ചുകൂടെ ഒച്ചകൂട്ടി, ഞാൻ പറഞ്ഞത് ആ പത്ര ഉടമയുമായിട്ട് ഒരു തീരുമാനത്തിലെത്തിയില്ല എങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് ശിക്ഷ ഒഴിവാക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നീ പറയുന്നത് കേൾക്കുന്നില്ലെന്ന്. ഇത് സ്ഥിരം മോഷണമായോണ്ട് നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. നിങ്ങൾ ജയിലിൽ പോകാൻ പോവാണ്. ജയിലിൽ. ആഹാ, കുറച്ച് ഫ്രീ ന്യൂസ് പേപ്പർ എടുത്താൽ എങ്ങനെയാ അവർക്ക് എന്നെ ജയിലിലിടാൻ കഴിയുക? അതെ, ഫ്രീ ന്യൂസ് പേപ്പർ എടുത്താലും ജയിലിൽ പോകും. അതുകൊണ്ട് ആ വിക്ടിമുമായിട്ട് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുക. എനിക്ക് കേൾക്കുന്നില്ല. അവൾ തൊണ്ട വലിച്ചു കീറി. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യം ആ പത്രക്കാരനുമായി ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കണം. അവളുടെ തൊണ്ട പോവും. ചോയ് കൊടുത്ത് വെള്ളം കുടിച്ചോണ്ട്, ഇതിനല്ലേ എനിക്ക് വെള്ളം വേണ്ടി വരുന്നു പറഞ്ഞ് അവൾ പിന്നെ അലറിക്കൊണ്ട്, നിങ്ങൾ എന്താ പറയുന്നേ? പേപ്പർ ഒന്നും കിട്ടുന്നില്ലെന്നോ? ആ സഭയിൽ മുഴുവൻ പേപ്പർ കിടക്കുമല്ലേ, നിങ്ങൾക്ക് അതെടുത്താൽ പോരെ? എന്തിനാ മൊത്തത്തിലേ അടിച്ചു മാറ്റുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഫ്രീ ന്യൂസ് പേപ്പർ കണ്ടെത്തുക അത്ര ഈസി അല്ല. ഇതുകൊണ്ടാണ് നീ വെറും ഒരു പബ്ലിക് ഡിഫൻഡർ ആയേ. എന്താ? നിനക്ക് വല്ല കഴിവുണ്ടായിരുന്നെങ്കിൽ നീ പബ്ലിക് ഡിഫൻഡർ ആവില്ലായിരുന്നു. വല്ല കോർപ്പറേറ്റ് ലോ ഓഫീസിൽ വർക്ക് ചെയ്തേനെ. അവൾക്ക് ദേഷ്യം വന്നിട്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാനേ പോകുന്നില്ല. ഞാൻ നിങ്ങളുടെ മകനെ വിളിക്കാൻ പോവാ. അടുത്ത മീറ്റിങ്ങിൽ മകനെ കൂട്ടിക്കൊണ്ട് വരണം, കേട്ടോ? അവനെ വിളിക്കരുതെന്ന് അയാൾ പറയും. ഞാൻ നിങ്ങളുടെ മകനെ വിളിച്ച് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ പറയും. ഞാൻ പറഞ്ഞില്ലേ വേണ്ടെന്ന്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ പോവാ. ഇപ്പോൾ ഹേസുങ്ങിൻ്റെ അമ്മ കൂട്ടുകാരി ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിൻകുക്ക് അങ്ങോട്ട് വന്ന്, താങ്ക് യു, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞ് ഇന്നലത്തെ പാത്രം തിരിച്ചു കൊടുക്കും. അമ്മയാണെങ്കിൽ ഉപ്പ് കൂടുതലായിരുന്നോ? ഏയ് അല്ല, നല്ല രുചിയുണ്ടായിരുന്നു. വേറെ ഓർഡർ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങും. അയാളുടെ ഫോണിലേക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. അയാൾ അത് നോക്കിയിട്ട്, ഇതെന്താണാവോ, ഈയിടെയായി എനിക്ക് ഒരുപാട് സ്പാം മെസ്സേജ് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ മിൻകുക്കിൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ സൂഹ ഏൽപ്പിച്ച ആൾ ശരിക്കും സസ്പീഷ്യസ് ആണെന്ന് പറയും. ഇവൻ എന്താ എൻ്റെ ട്രിക്കിൽ വീഴാത്തേ? സൂഹയും ഹേസും കൂടെ കുറേ ഫയലൊക്കെയായി അവളുടെ ഓഫീസിലേക്ക് പോവാണ്. സൂഹയുടെ ഫോണിലേക്ക് ആ ട്രാക്കർ വിളിക്കും. ആരാ വിളിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ, നീ പൊക്കോ, ഞാൻ പുറകെ വന്നോളാന്ന് അവൻ പറയും. അവൻ ഫോൺ എടുക്കുമ്പോൾ, ഞാൻ അയച്ച ടെക്സ്റ്റ് മെസ്സേജ് അവൻ ഓപ്പൺ ചെയ്താൽ മാത്രമേ എനിക്ക് അവൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയൂ. അവനാണെങ്കിൽ അത് തുറക്കുന്നേ ഇല്ല. വേഗം അത് കണ്ടുപിടിക്കണം, അർജൻറ്റാണ്. ഓക്കെ, എനിക്ക് കിട്ടിയ വെളുപ്പിനാണെങ്കിൽ പോലും ഞാൻ അറിയിക്കാം.
സൂഹയും ലോയർ ചായം കൂടെയാണ് പിന്നെ ഓഫീസിലേക്ക് വരുന്നത്. അവർ വരുമ്പോൾ ഹേസിങ്ങിൻ്റെ വലിയ ശബ്ദം കേൾക്കാം. എൻ്റെ അടുത്ത് വരരുത്, ഞാൻ പോലീസിനെ വിളിക്കും. മിസ്റ്റർ ലീ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. നീ തീർന്നെന്ന് പറഞ്ഞ് അയാൾ അവളുടെ ദേഹത്തേക്ക് ഒരു ബക്കറ്റ് വേസ്റ്റ് കൊണ്ടെറിയും. സൂഹ ഓടി വന്ന് അവളെ കവർ ചെയ്ത് നിൽക്കും. നിങ്ങൾക്കെന്താ പ്രാന്താണോ? നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? ചോയാണെങ്കിൽ പോലീസിനെ വിളിക്കും. മൂത്ത വക്കീൽ അവനോട് ഫോൺ വെക്കാൻ പറയും. ലോയർ ചാ ഫോൺ വെക്കണ്ട, വേഗം പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടും. മൂത്ത വക്കീൽ വന്നിട്ട് ഫോൺ എടുത്ത് താഴെ വെക്കും. എന്നിട്ട് എല്ലാവരോടും ശാന്തമായിരിക്കാൻ പറയും. സർ, നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് മൂത്ത വക്കീൽ അയാളെയും കൂട്ടിക്കൊണ്ട് പോകും. സോയയ്ക്കാണെങ്കിൽ കൈക്ക് എന്തോ പറ്റി. നിനക്ക് വേദനിക്കുന്നുണ്ടോ? ഇല്ല, ചെറിയൊരു മുറിവേ ഉള്ളൂ. ഹേസിങ്ങിന് ദേഷ്യം വന്നിട്ട് അവരുടെ പുറകെ പോകും. സർ, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ ജയിലിൽ പോകേണ്ടി വരും, വലിയ പ്രശ്നമാവും. അപ്പോൾ പോലീസുകാർ വീണ്ടും വന്നെന്നെ പിടിച്ചുകൊണ്ട് പോവോ? ഹേസങ്ങും സൂഹയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കണ്ട് മൂത്ത വക്കീൽ അവർ കേൾക്കാൻ വേണ്ടി, ഇല്ല, ആ ലേഡി വക്കീൽ കാണുന്നതിനേക്കാൾ നല്ല ആളാ, നല്ല ക്യാരക്ടറാ. അവൾ നിങ്ങളോട് ക്ഷമിക്കാൻ പോവാണ്, പോലീസിൽ റിപ്പോർട്ട് ചെയ്യില്ല, അതുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. അവൾ അത് കേട്ടിട്ട് എനിക്ക് ചിരിയാ വരുന്നത്. ആരാ പറഞ്ഞ് ഞാൻ ക്ഷമിക്കാൻ പോകുന്നെന്ന്? മൂത്ത വക്കീൽ അവളുടെ അടുത്തേക്ക് വന്ന്, ഞാൻ പറഞ്ഞത് നീ കേട്ട് കാണുമല്ലോ, അയാളെ റിപ്പോർട്ട് ചെയ്യരുത്, ഇത് അങ്ങനെ അങ്ങ് പോട്ടെ. ഇല്ല, ഞാൻ അയാളെ എന്തായാലും കോടതി കയറ്റും. അന്നത്തേക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളോട് ഇത്ര ഹാഷാവേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. ഏതവസ്ഥയിലാണെങ്കിലും നിയമം അതിൻ്റെ വഴിക്ക് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിയമം പോലെ ചെയ്യും. നീ പ്രോസിക്യൂട്ടറുടെ കൂടെ ചേർന്ന് സ്വന്തം കക്ഷിയെ ചതിച്ച കാര്യം ഞാനും റിപ്പോർട്ട് ചെയ്യും. നിങ്ങളെന്നെ പേടിപ്പിക്കുവാണോ? അല്ല, ഇതൊരു നെഗോഷിയേഷൻ ആണെന്ന് ചിന്തിച്ചാൽ മതി. എന്ത് തോന്നുന്നു, നിയമം പോലെ പോണോ? ശരി, അതുപോലെ ആവട്ടെ എന്ന് അവൾ പറയുമ്പോൾ സൂഹ അവളുടെ കൈ പിടിച്ചിട്ട്, ഇല്ല, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, അയാളോട് പേടിക്കണ്ടെന്ന് പറഞ്ഞു. മിണ്ടാതിരിക്കടാ, നിനക്ക് മുറിവ് പറ്റിയത്. അതെ, ഞാനാ വിക്ടിം, നീയല്ല, എനിക്ക് പരാതിയൊന്നുമില്ല. അങ്ങനെ അവരവിടെ നിന്ന് പോകും. പിന്നെ ഓഫീസിൽ ചോയ് നോക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല, കംപ്ലീറ്റ് സൈലൻസ് മാത്രം. പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കും. എന്തോ കാര്യം കേട്ടിട്ട് അവൻ അത്ഭുതപ്പെടും. ആ, മനസ്സിലായി എന്ന് പറഞ്ഞ് അവൻ ഫോൺ വയ്ക്കും. അവൻ ലോയർ ചായ വിളിച്ചിട്ട്, മിസ്റ്റർ ലീയുടെ പബ്ലിക് ഡിഫൻഡറായി ഹേസിങ്ങിന് പകരം നിങ്ങളെ നിയമിച്ചെന്ന് പറയും. ചാ ഒരു നിമിഷം സ്റ്റക്കാവും. എങ്കിലും ആ മനസ്സിലായി എന്ന് പറയും. ഇപ്പോൾ ജഡ്ജിമാർ 3 പേരും കൂടെ കാപ്പിയൊക്കെ കുടിച്ച് നടന്നു വരുവാണ്. ലോയർ ചാ അവിടെ ഒരു ബെഞ്ചിലിരിക്കുന്നത് അവർ കാണും. അത് ചായല്ലേ? കൂടെയുള്ളയാൾ ചോദിക്കും. ജഡ്ജി കിമ്മാണെങ്കിൽ, ആ അതെ, ഞാനാ അയാളെ സെലക്ട് ചെയ്തേ, അവൻ നല്ല ഡീസൻ്റാ, അവൻ എല്ലാ പബ്ലിക് ഡിഫൻഡേഴ്സിനും ഒരു എക്സാമ്പിളാന്ന് പറയും. ലോയർ ചായ ആണെങ്കിൽ എഴുന്നേറ്റ് അവിടെയുള്ള വേസ്റ്റ് ബിൻ തട്ടിത്തെറിപ്പിച്ച് വേസ്റ്റ് എല്ലാം ചവിട്ടിക്കൊണ്ട് പറയും, എന്തിനാ, ഞാൻ എന്തിനാ? അവന് മിസ്റ്റർ ലീഡ് പബ്ലിക് ഡിഫൻഡർ ആക്കിയതിനുള്ള ദേഷ്യമാണ്. മറ്റു 2 ജഡ്ജിമാരും ജഡ്ജി കിമ്മിനെ നോക്കും. അവൻ അങ്ങനെ ആയിരുന്നു പണ്ട്. അടുത്ത സീനിൽ ലോയർ ചാ തൊണ്ട അലറി മിസ്റ്റർ ലിയോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് പെറ്റീഷനിൽ ഒപ്പിടാൻ ഫാമിലിയോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടോ? പിന്നെ അയാൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്നിടത്ത് ചെന്ന് അന്വേഷിക്കും. നിങ്ങൾക്കൊരു ദിവസം എത്ര ന്യൂസ് പേപ്പർ കിട്ടും? അയാൾ ന്യൂസ് പേപ്പർ ഓണറിൻ്റെ അടുത്ത് പോയി, ഞാൻ മിസ്റ്റർ ലീയുടെ വക്കീലാണെന്ന് പറയും. ഇത് കേട്ടതും അയാൾ ചായയുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കും. അങ്ങനെ രാവും പകലും അയാൾ ഈ കേസിന് വേണ്ടി അധ്വാനിക്കുകയാണ്. ഇപ്പോൾ ഹേസിങ്ങിൻ്റെ അമ്മ ഏതോ കടയിൽ കയറി ഷോപ്പിംഗ് ചെയ്തുകൊണ്ട് അവളെ ഫോൺ വിളിക്കുവാണ്. ഈ ആഴ്ചയല്ലേ നിനക്ക് ശമ്പളം കിട്ടുന്നേ, നീ എന്താ ചെയ്യാൻ പോകുന്നേ? എന്നോടാണോ ചോദിക്കുന്നേ? നിങ്ങളല്ലേ അത് മുഴുവൻ വേണമെന്ന് പറഞ്ഞു. ആ അതെ, എങ്ങനെയാ നീ എനിക്കത് തരുന്നേ? ചുമ്മാ അക്കൗണ്ടിൽ ഇടാനാണ് നിൻ്റെ ഉദ്ദേശം, അതോ എന്നെ നേരിട്ട് കണ്ട് എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുമോ? അമ്മ എന്നെ പേടിപ്പിച്ച് വീട്ടിൽ വരുത്താൻ നോക്കുവാണോ? ശരി, ഞാൻ ഈ ആഴ്ച വീട്ടിൽ വരാം. ആ, അന്ന് അപ്പോൾ കാണാമെന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഫോൺ വെക്കും. പിന്നെ അമ്മ അവിടെ നിന്ന് തന്നെ മിൻകുക്കിനെ വിളിക്കും. നോക്ക്, എൻ്റെ മോൾ ഈ ആഴ്ച വീട്ടിൽ വരുന്നുണ്ട്, നീ മാർക്കറ്റിൽ പോയി കുറച്ച് വാരിയിൽ വാങ്ങിക്കൊണ്ട് വരുമോ? അവൾക്കത് വലിയ ഇഷ്ടമാണ്. ആ, ഞാൻ വാങ്ങാം. അവൾ ഈ ആഴ്ച വീട്ടിൽ വരുന്നുണ്ടല്ലേ? ഉണ്ട്. നിനക്കെന്തെങ്കിലും കേസ് മറ്റും ഉണ്ടെങ്കിൽ എൻ്റെ മോളോട് പറഞ്ഞാൽ മതി, അവളത് നോക്കിക്കോളും ഫ്രീ ആയിട്ട്. ആ, മനസ്സിലായി എന്ന് പറഞ്ഞ് അയാൾ പുറത്തുള്ള ക്യാമറയിലേക്ക് നോക്കും. ഇപ്പോൾ ക്യാമറയിലൂടെ കാണുമ്പോൾ മിൻകുക്ക് പുറത്തേക്ക് വരുന്നത് കാണാം. പിന്നെ മൊത്തം ഇരുട്ടാണ്. അയാളത് നശിപ്പിച്ചു കളഞ്ഞു.